ഹലോ, യൂട്യൂബ് ചാനൽ ജയ പുളിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നേ പുഴമീൻ കിട്ടി. കണ്ടോ പുഴ, അതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, എന്താ പേരെന്ന്. കൊച്ചാ മേടിച്ചിട്ടുണ്ട്. പുഴമീൻ മേടിച്ചത് നമുക്ക് വെക്കാം. സാധാരണ മുളകും മല്ലിപ്പൊടി ഇതെല്ലാം മൂപ്പിച്ച് എണ്ണയിൽ മൂപ്പിച്ചാണ് തിളയ്ക്കുമ്പോഴാണ് ഇടാറുള്ളത്. ഇന്നൊരു പ്രത്യേകിച്ചാണ് പുഴമീൻ കറി വെക്കണമെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ചേർത്തില്ല, കാശ്മീർ മുളക് പൊടി, പിന്നെ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും എല്ലാം ചെയ്തിട്ടാണ് കാണിക്കണേന്ന്. കാശ്മീർ മുളക് പൊടി, നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ചട്ടിയിലേക്ക് ഇട്ടു. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു, കരിവേപ്പില ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. മൂപ്പിച്ചിട്ടില്ല കേട്ടോ, മൂപ്പിക്കാത്ത അരപ്പാണിത് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, 2 ചുമന്നുള്ളി, ചെറിയ ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, 2 ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. മൂപ്പിച്ചിട്ടില്ല കേട്ടോ, അടുപ്പത്ത് വെച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് കുടപ്പുളി ഇടാം. അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ, കുടപ്പുളി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മൂപ്പിക്കാതെ ഉണ്ടാക്കണം കേട്ടോ, പച്ചയ്ക്ക് ഉണ്ടാക്കണം. പുഴമീനില്ല, അങ്ങനെ വെക്കുക നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഇങ്ങനെ ഉപ്പിട്ടു. ഇനി ഇത് അടുപ്പത്ത് വെള്ളം ഒഴിക്കണം. ഓക്കേ, വെള്ളം എടുക്കട്ടെ കേട്ടോ, കൈ കൊണ്ട് വേണ്ട ചെയ്യാൻ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ മുളക് പൊടി ഇട്ടു, നല്ല മുളക് പൊടി ഇട്ടു. ഇതാട്ടോ കാശ്മീർ മുളക് പൊടി, തീർന്നു. മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് പച്ചമുളകും കീറിയിട്ടു, ഇഞ്ചി അരിഞ്ഞിട്ടു, 2 ചുമന്നുള്ളി അരിഞ്ഞിട്ടു, കുടപ്പുളി ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് താളിച്ച് ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കാം. മൂപ്പിക്കാത്തതാട്ടോ, പിന്നെയും പറയാണ് മൂപ്പിക്കാത്തതാണ്. വെള്ളം ഒഴിച്ചു. ഇനി ഇത് അടുപ്പത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുഴമീൻ എടുത്തിടാം. വെളിച്ചെണ്ണയൊക്കെ എല്ലാം ഒഴിച്ചാണ്, ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കണില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ചാലിച്ചതാണ്, ചൂടാക്കാതെ. 2 സൈസ് മുളക് പൊടി, കാശ്മീറും സാധാ മുളക് പൊടി ഉണ്ടോ. പച്ചമുളകൊക്കെ പച്ചയ്ക്കാണ് കീറിയിട്ടേക്കുന്നത്. കീറിയപ്പോൾ കാണിക്കാൻ മറന്നുപോയി, വെടി പിടിക്കണമായിരുന്നു. പുളി ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച്, ഇഞ്ചി ഇട്ടു. ഇനി ഇത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ പുഴമീൻ അതിലേക്ക് ഇടുക. ഉപ്പെല്ലാം ഇട്ടതല്ലേ, എന്നിട്ട് വാങ്ങാം. പിന്നെ വേറെ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല, മൂപ്പിക്കുന്നുമില്ല. ഉലുവ ചേർക്കുന്നില്ല, കടുക് ചേർക്കുന്നില്ല, ഒന്നുമില്ല. ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ പുഴമീൻ വേറെ ടേസ്റ്റായിട്ട് വരും. അപ്പം ഇങ്ങനെ ഒരു കറി വെച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് മീനിടാം. അരപ്പ് തിളച്ചു. മൂപ്പിക്കാത്ത അരപ്പാട്ടോ, മുളക് പൊടിയും ഇതും ഇഞ്ചി, കരിവേപ്പില, പച്ചമുളകൊന്നും മൂപ്പിച്ചില്ല, പച്ചക്കിട്ടിട്ട് മുളക് പൊടി ഇട്ടു, പുളിയിട്ടു, ഉപ്പിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് ആ മുളക് പൊടി ചാലിച്ചു. എന്നിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ചു. ഇനി നമുക്ക് പുഴമീൻ എടുത്തിടാം. തീയിലാണ് വെച്ചേക്കണത്, അടുപ്പത്താണ് വെച്ചേക്കണത്. അതാകുമ്പോൾ ചെറിയ തീയിൽ പതുക്കെ ഇരുന്ന് പച്ചമുളകിൻ്റെ ഇതിൻ്റെ എല്ലാം എസൻസ് ഇറങ്ങി, മൂപ്പിക്കാത്ത പച്ചമുളകൊക്കെ അല്ലേ, നല്ലതല്ലേ, അതൊക്കെ ഇറങ്ങി അവിടെ ഇരുന്ന് പതുക്കെ വേവട്ടെ. മീനടുപ്പത്ത് വെച്ചിട്ട് താത്തി വെക്കുക കേട്ടോ. ഞാൻ മൂടി വെക്കാം. ഇനി തിളച്ച് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇറക്കി വെക്കുകയുള്ളൂ. വെളിച്ചെണ്ണ ഇതൊന്നും ഇനി ചേർക്കില്ല. മുളക് പൊടിയിൽ ചാലിച്ച് അടുപ്പത്ത് വെച്ചതിൻ്റെ പേരിൽ ഒന്നും ചേർക്കില്ല. ഇങ്ങനെയാണ് ഞാൻ പുഴമീൻ വെക്കാറുള്ളത്, മൂപ്പിച്ച് വെക്കാറില്ല. ഇങ്ങനെ വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ ചേർന്ന് അതിനകത്തേക്ക് പിടിച്ചോളും. രണ്ട് സെപ്പറേറ്റ് നമ്മൾ മൂപ്പിച്ച് അങ്ങനെ വെക്കാറില്ല. ഞാൻ ചെറുപ്പത്തിലെ മുതലും വെള്ളത്തോലിൽ വെച്ച് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. മറ്റുള്ള മീനൊക്കെ മൂപ്പിച്ച് വെക്കും. എല്ലാം മുളക് പൊടിയും അതിനകത്ത് ചേർക്കേണ്ട ഇഞ്ചിയും കരിവേപ്പിലയും എല്ലാം ചേർത്താണ് വെക്കുന്നത്.
മൂപ്പിച്ചിട്ട് ചെയ്യാറുള്ളത്. ഇത് ഇങ്ങനെയാണ് വെക്കണം പച്ചയ്ക്ക്. ഉണ്ടോ? ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്തോളും. മുളക് പൊടി ചാരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് പതുക്കെ വാങ്ങി വെക്കുക. അതാണ് പുഴമീൻ വെക്കുന്നത്. ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെങ്ങനെയാണ് വെക്കണേന്ന് വെച്ചാൽ അതിൻ്റെ കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.